CMRL എക്സാലോജിക് ഇടപാടിൽ വീണ ടിയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കാൻ ഇഡി. ഏക്കർ ഇന്ത്യ, സോളാസ് എന്നീ കമ്പനികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇഡി വിശദമായി പരിശോധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് അടുത്തയാഴ്ച വീണയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകും എന്നതാണ് വിവരം. ഫെമ നിയമം ലംഘനത്തിനും കേസെടുക്കാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തായാലും CMRL എക്സാലോജിക് കേസിൽ എന്തായാലും അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ കേസിൻ്റെ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇപ്പോൾ കേസന്വേഷണം കോഴിക്കോട് കേന്ദ്രീകരിച്ച്, അതായത് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ ഒരു പ്രധാന വിഷയം, നേരത്തെ തന്നെ ED കണ്ടെത്തിയ ഒരു 85 ലക്ഷം രൂപയുടെ വിദേശ പണമിടപാടുണ്ട്. ഇത് ഫെമ ലംഘനം എന്ന് തന്നെയാണ് ED ഇപ്പോഴും പറയുന്നത്. ഈ സംബന്ധിച്ച് അവർ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ തുക വിദേശത്തേക്ക് ആർക്ക് വേണ്ടിയാണ് അയച്ചത്, ഇതിൽ മറ്റാരുടെയെങ്കിലും സഹായങ്ങളുണ്ടായിട്ടോ അങ്ങനെയാണെങ്കിൽ ആ സഹായം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് ED കടന്നിരിക്കുന്നു. മാത്രവുമല്ല, ഈ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട് ED ഇപ്പോൾ ഒരു കേസ് എടുക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ ആവശ്യമായ ഒരു തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രവും അതിനെല്ലാം ഉപരിയായി അവരിപ്പോൾ നിയമ ഉപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം സ്വാഭാവികമായും ഓരോ കേസ്, പ്രത്യേകിച്ചും വിദേശ ധന ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേസെടുക്കണം എന്നുണ്ടെങ്കിൽ EDക്ക് കൃത്യമായും നിയമസഹായം വേണം, ഒപ്പം നിയമ ഉപദേശം തേടേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിയമോപദേശം തേടി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഈ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് ചാർജ് ചെയ്യും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം അവരുടെ പത്രക്കുറിപ്പിലും ഇത്തരം കാര്യങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും എക്സാലോജിക് കേസ് ഇടപാട് കേവലം 2.78 കോടി രൂപയാണെങ്കിൽ EDയുടെ കണ്ടെത്തലത്ത് അനുസരിച്ച് ഏകദേശം 20 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക ഇടപാടുകൾ ആരെയൊക്കെ കേന്ദ്രീകരിച്ച് എപ്പോഴൊക്കെ നടന്നു എന്നുള്ളതിലേക്കുള്ള ഒരു അന്വേഷണം കൂടി ED ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിവിധ ആളുകളിലേക്കുള്ള അന്വേഷണം എത്തിയത്. അതിൽ പ്രധാനം CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഈ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പരിശോധന നടത്തി എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അന്വേഷണം കൃത്യമായും കോഴിക്കോട് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്ന് ഇതിൻ്റെ CMRLൻ്റെ MD നൽകിയ മൊഴി അനുസരിച്ച് ഇത്രയധികം രൂപ ഇല്ലായിരുന്നു. പക്ഷേ മെയ് മാസം 27-ാം തീയതി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലുമാണ് ഒരു ഡയറി കിട്ടുകയും ആ ഡയറിയിൽ കയ്യെഴുത്തായി രേഖപ്പെടുത്തിയിരുന്നതാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇതിന് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിവാര്യമാണ്. അത്തരം പരിശോധനകൾ ശാസ്ത്രീയമായി നടത്തിയതിനു ശേഷമാണ് ED ഇപ്പോൾ അടുത്ത അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ 20 കോടി രൂപയുടെ ഇടപാടുകൾ ഏതൊക്കെ ഭാഗത്തു നിന്നും എങ്ങനെ, ആർക്ക് വേണ്ടി, ഏതൊക്കെ തരത്തിൽ നടത്തി എന്നുള്ളതാണ് EDയുടെ ഇപ്പോഴത്തെ അന്വേഷണം. നേരത്തെ 2 പ്രാവശ്യം T വീണയെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതിനു മുമ്പ് ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ വെച്ച് T വീണയെ ചോദ്യം ചെയ്തിരുന്നു. അത് ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും മാത്രമായിരുന്നു. പക്ഷേ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ഏകദേശം മണിക്കൂറുകളോളം തന്നെ ആ ചോദ്യം ചെയ്യൽ നീളുകയും ചെയ്തിരുന്നു. ഇനിയും ഒരു പക്ഷേ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെ ആയിരിക്കും EDയുടെ നീക്കം. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ED കടക്കും. ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.